സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ് ആണ്. മാർച്ച് മാസം വരും. മാർച്ച് മാസം സംഭവിക്കും. മാർച്ച് 5-ാം തീയതി ആകും. പരീക്ഷ ഉണ്ടാവും. പരീക്ഷ നമ്മൾ എഴുതേണ്ടി വരും. 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. ഒരു 3 മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും, മാർക്ക് വാങ്ങിയാലും മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും ഇത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. മാർച്ച് 5 വരും എന്നുള്ളത് തീർച്ചയാണ്. ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെറുതെ നമ്മൾ കളിച്ച് വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുതില്ലേ. ഒഴുകുന്ന പുഴ പോലെയാണ് സമയം. ഒഴുകുന്ന പുഴയിൽ നമ്മൾ ഒരു വെള്ളത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തെ പിന്നെ നമുക്ക് തൊടാൻ പറ്റും. അത് പോയി. ആ വെള്ളം ആ ടൈമിൽ അവിടെ വന്നു, അത് പോയി. ആ വെള്ളം, ആ ഡ്രോപ്പ്, ആ ഒരു തുള്ളിയെ നമുക്ക് പിന്നെ സ്പർശിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന സമയം കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതോടുകൂടി സമയം കഴിഞ്ഞു.